ഹലോ ഹലോ, ഇതിപ്പോൾ എവിടെയാ പോണെന്ന് കുറച്ച് സ്പീഡിന് പോയിട്ട് പറയാട്ടോ. ഇവിടെ ജർമ്മനിയെക്കാളും വളരെയധികം പഞ്ചിലാണ് എല്ലാവരും. അപ്പോൾ പറഞ്ഞ സമയത്തിനേക്കാളും നേരത്തെ ഞങ്ങളുടെ ബസ് എത്തി. ഇപ്പൊ എത്തിയിരിക്കുന്നത് ദ പേൾ ഓഫ് ദി ബ്ലാക്ക് ഓഫ് സീ എന്നറിയപ്പെടുന്ന ന്യൂസി ബെയറിലാണ്. വളരെ മനോഹരമായിട്ടുള്ള സീസൈഡ് വ്യൂസും കൾച്ചറൽ ഹെറിറ്റേജ് ഒക്കെ ഉള്ള ബുർഗാസിലെ ഒരു ഓൾഡ് ടൗൺ ആണ് കേട്ടോ. അപ്പൊ ഇവിടെ നിന്നാണ് ഞങ്ങളുടെ കാറ്റോമാരിയൻ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എക്സൈറ്റഡ് ആയിട്ടുള്ള ഈ ട്രിപ്പിന്റെ ക്യാപ്റ്റൻ ദേ നിൽക്കുന്നു. ഇനി പുള്ളി തീരുമാനിക്കും ഇനി നമ്മൾ എങ്ങോട്ട് പോണോന്ന്. ഈ കാറ്റോമാരിയൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 2 കയറ്റ് പാലങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒന്ന് ബോട്ടിൻ്റെ ഇടതുവശത്തും പോർട്ട് സൈഡും മറ്റൊന്ന് വലതുവശത്തും ആയിരിക്കും. എന്നിട്ട് ഈ കയറ്റ് പാലങ്ങൾ തമ്മിൽ ഒരു ഫ്രെയിം കൊണ്ടിട്ടായിരിക്കും ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഈ ഫ്രെയിമിന് കയറ്റ് പാലങ്ങൾക്കും ഇടയിൽ പലപ്പോഴും ഇതുപോലത്തെ നെറ്റൊക്കെ വെക്കാറുണ്ട്. അവിടെ ഇരുന്ന എല്ലാവർക്കും ഇങ്ങനെ സൈറ്റ് വ്യൂ ഒക്കെ കണ്ടിട്ടിരിക്കും. ആദ്യം എനിക്ക് ഈ നെറ്റിലിരിക്കാൻ ഭയങ്കരമായിട്ട് പേടിയായിരുന്നു. ഈ നെറ്റിൻ്റെ താഴേക്ക് നോക്കിയാൽ ഇതേ തിരമാലകളൊക്കെ ഇങ്ങനെ ആഞ്ഞടിക്കുന്നുണ്ട്. അപ്പം ആദ്യം പേടിയാണെങ്കിലും പിന്നെ അങ്ങോട്ട് മാറി. കാരണം നമ്മൾ ഈ ട്രിപ്പൊക്കെ പോകുന്നത് ഉള്ള പേടിയൊക്കെ ഇല്ലാതാക്കാനാണല്ലോ. പിന്നെ നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ചുറ്റും ക്രൂ മെമ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല കംഫർട്ടായിരുന്നു. 2 hours നമ്മുടെ ഈ ട്രിപ്പ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഫുഡൊക്കെ അവർ തരുന്നുണ്ടായിരുന്നു. നമ്മൾ ഈ ബ്ലാക്ക് സീയുടെ സെൻറ്ററിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബൾഗേറിയയും റൊമേനിയയും മാത്രമല്ല ഉക്രൈനും റഷ്യയും ജോർജിയയും ടർക്കിയൊക്കെ ഈ ബ്ലാക്ക് സീയുടെ പാർട്ടുകളാണ്. ഈ 6 രാജ്യങ്ങളിൽ സറൗണ്ടിങ്സ് ആയിട്ട് കിടക്കുന്നത് കൊണ്ട് പുരാതന കാലത്തൊക്കെ വ്യാപാരത്തിനും സാംസ്കാരിക സമ്മേളനത്തിനൊക്കെ ഈ ബ്ലാക്ക് സീ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കിത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ട്രിപ്പാണ്. അഗിയുടെ അനദർ സ്പെഷ്യൽ സർപ്രൈസാണ് എൻ്റെ ബർത്ത്ഡേക്ക്. ഈ ചരിത്രം ഉറങ്ങുന്ന ബ്ലാക്ക് സീയുടെ കൂടി ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ അങ്ങ് ദൂരെ അസ്തമിക്കാൻ നിൽക്കുന്ന സൂര്യൻ. എപ്പോഴും പറയുന്ന പോലെ ഓരോ ചെറിയ യാത്രകളും നല്ല നിമിഷങ്ങളാകുന്നത് നമ്മുടെ കൂടെ ഉള്ളവരും ഒരേ വൈബിലാകുമ്പോഴാണ്. പക്ഷേ ഞങ്ങൾ ഇവിടെ ഒരുമിച്ചിരുന്ന് കണ്ടത് ഞങ്ങൾ കടന്നു വന്ന ചില കുറേയേറെ നല്ല നിമിഷങ്ങളായിരുന്നു കേട്ടോ. പലപ്പോഴും ചില യാത്രകൾ നമ്മളെ ഓർമ്മിപ്പിക്കാനും കൂടി ഉള്ളതാണല്ലോ. ഈ സൺസെറ്റിന് മുമ്പ് പറയുന്ന സ്വപ്നങ്ങൾ നടക്കുമെന്ന് അറിയത്തില്ല, പക്ഷെ ഞങ്ങൾ കുറച്ച് ഡ്രീംസ് ഒക്കെ ഷെയർ ചെയ്തു. ആഹാ, അതായത് ഏത് റിലേഷൻഷിപ്പ് ആയാലും നല്ല മൊമെന്റ്സ് നമ്മളെ തേടി വരത്തില്ല, അത് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം. പിന്നെ ഈ കളർഫുൾ ആയിട്ടുള്ള മൊമെന്റ്സ് ആയിരിക്കും പിന്നെ നമ്മുടെ ലൈഫിലെ മോട്ടിവേഷൻ. അപ്പോൾ മേലെ സൺസെറ്റും താഴെ ബ്ലാക്ക് സീയും സെൻറ്ററിൽ നമ്മുടെ ഡ്രീമൊക്കെ ആയിട്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത പ്രാവശ്യം പുതിയ വീഡിയോയിൽ കാണുന്നവരേക്കും ബി പോസിറ്റീവ്, മച്ച് ലവ്, രേഷ്മ, ബൈ.